ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. ഇന്നൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ വിഷയം സ്ത്രീകളാണ് സ്വർഗത്തിലും കൂടുതൽ. പ്രസിദ്ധമായ ഹദീസും അധികം ആളുകളും കേട്ടതാണ് നരകത്തിൽ കൂടുതലും സ്ത്രീകളാണെന്ന ഹദീസ്. വഹദ്ദസന മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി ബിൻ നുമൈർ ഹദ്ദസന അബി ഹദ്ദസന അബ്ദുൽ മലിക് ഇബ്ൻ അബി സുലൈമാന അൻ അതാഇൻ അൻ ജാബിർ ബിൻ അബ്ദുല്ലാഹി ഖാല. ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഷഹിദ്തു മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാത്ത യൗമൽ ഈദി ഫബദഅ ബിസ്സലാത്തി ഖബ്ലൽ ഖുത്ബത്തി ബിഗൈരി ആദാനിൻ വലാ ഇഖാമത്തി. ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ഒരു ഈദ് നിസ്കാരത്തിന് സാക്ഷ്യം വഹിച്ചു. ബാങ്കും ഇഖാമത്തും ഇല്ലാതെ ഖുത്ബക്ക് മുമ്പായി അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരം ആരംഭിച്ചു. സുമ്മ ഖാമ മുതവക്കിയൻ അലാ ബിലാലിൻ ഫഅമറ ബി തഖ്വല്ലാഹി വഹസ്സ അലാ തഅതിഹി വവഅല നാസ വദക്കറഹും സുമ്മ മളാ ഹത്താ അത്തൻ നിസാഅ ഫവഅലഹുന്ന വദക്കറഹുന്ന ഫഖാല. ശേഷം അദ്ദേഹം ബിലാലിൻ്റെ മേൽ ചാരി നിന്നു. എന്നിട്ട് അദ്ദേഹം അവരോട് അള്ളാഹുവിനെ അനുസരിക്കാനും തഖ്വ പുലർത്താനും അവരെ ഉത്ബോധിപ്പിച്ചു. പിന്നീട് സ്ത്രീകളുടെ അടുത്ത് വന്ന് അവരോട് ഉപദേശിക്കുകയും ചെയ്തു. അപ്പോൾ അദ്ദേഹം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തസദ്ദഖ്ന ഫഇന്ന അക്സറകുന്ന ഹതബു ജഹന്നമ ഫഖാമത് ഇംറഅതും മിൻ സിത്തതി നിസാഇ സഫആഉൽ ഖദ്ദൈനി ഫഖാലത് ലിമ യാ റസൂലല്ലാഹി ഖാല ലിഅന്ന കുന്ന തുക്സിർന അശ്ശകാത വതക്ഫുർന അൽഅശീറ ഖാല ഫജഅൽന യതസദ്ദഖ്ന മിൻ ഹുലിയിഹിന്ന യുൽഖീന ഫീ സൗബി ബിലാലിൻ മിൻ അഖ്രിത്തതിഹിന്ന വഖവാതിമിഹിന്ന. നിങ്ങൾ ദാനം ചെയ്യുക. നിങ്ങളിൽ അഥവാ സ്ത്രീകളിൽ ഭൂരിഭാഗവും നരകത്തിനുള്ള ഇന്ധനമാണ്. അപ്പോൾ കവിളിൽ കറുത്ത പാടുള്ള ഒരു സ്ത്രീ എഴുന്നേറ്റ് നിന്ന് ചോദിച്ചു, അള്ളാഹുവിൻ്റെ ദൂതരെ, എന്തുകൊണ്ടാണ് അങ്ങനെ? അദ്ദേഹം പറഞ്ഞു, സല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ പലപ്പോഴും പിറുപിറുക്കുകയും നിങ്ങളുടെ ഇണയോട് ഭർത്താവിനോട് നന്ദികേട് കാണിക്കുകയും ചെയ്യുന്നു. എന്നിട്ട് അവർ തങ്ങളുടെ ആഭരണങ്ങളായ കമ്മലുകൾ, മോതിരങ്ങൾ എന്നിവയിൽ നിന്ന് ബിലാലിൻ്റെ തുണിയിൽ ദാനമായി ഇട്ട് കൊടുക്കാൻ തുടങ്ങി. ബാറക്കല്ലാഹു ഫീക്കും. ഇത് സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്. കിതാബു സലാത്തിൽ ഈദൈൻ. ഈ ഹദീസ് കേൾക്കുന്ന മിക്ക സ്ത്രീകളും ബേജാറിലാണ്. എന്നാൽ അധികമാർക്കും അറിയാത്തതാണ് സ്വർഗത്തിലും കൂടുതൽ സ്ത്രീകളാണെന്ന് സന്തോഷവാർത്ത നൽകുന്ന ഹദീസ്. ഹദ്ദസിനി അംറുൻ നാഖിദു വയഅഖൂബ് ബിൻ ഇബ്രാഹീമ അദ്ദൗറഖിയു ജമീഅൻ അൻ ഇബ്നി ഉലയ്യത വല്ലഫ്ളു ലിയഅഖൂബ ഖാല ഹദ്ദസനാ ഇസ്മാഈൽ ബിൻ ഉലയ്യ അഖ്ബർന അയ്യൂബ അൻ മുഹമ്മദിൻ ഖാല ഇമ്മാ തഫാഖറു വ ഇമ്മാ തദാകറു അർറിജാലു ഫിൽ ജന്നതി അക്സറു അമിൻ നിസാഉ ഫഖാല അബൂ ഹുറൈറത അവലം യഖൂലു അബുൽ ഖാസിമി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില സഹാബികളിലെ പുരുഷന്മാരും സ്ത്രീകളും റളിയല്ലാഹു അൻഹും തർക്കിച്ചു, അവരിൽ ആരാണ് സ്വർഗത്തിൽ കൂടുതൽ? അവർ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം അത് സ്ത്രീകളായിരിക്കുമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് മറുപടി പറഞ്ഞു, അബുൽ ഖാസിം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ലേ, ഇന്ന അവ്വല സുംറത്തിൻ തദ്ഖുലുൽ ജന്നത അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്രി വല്ലതി തലീഹാ അലാ അദ്വാഇ കൗകബിൻ സുർരിയിൻ ഫിസ്സമായി ലികുല്ലി ഇംറിയിൻ മിൻഹും സൗജതാനി ഇസ്നതാനി യുറാ മുഖു സൂഖിഹിമാ മിൻ വറാഇൽ ലഹ്മി വമാ ഫിൽ ജന്നതി ആസബു. സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആദ്യത്തെ സംഘം പൂർണ്ണചന്ദ്രനെ പോലെ സുന്ദരമായിരിക്കും. അവരെ പിന്തുടരുന്ന സംഘം ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രങ്ങൾ പോലെ ആയിരിക്കും.
ഓരോ പുരുഷനും 2 ഭാര്യമാരുണ്ടാകും. അവരുടെ കാലസ്ഥികളുടെ മജ്ജ അവരുടെ അതിമനോഹരമായ സൗന്ദര്യം കാരണം മാംസത്തിലൂടെ ദൃശ്യമാണ്. സ്വർഗത്തിൽ അവിവാഹിതരായ ആരും ഉണ്ടാകില്ല. ഇത് സഹീഹ് മുസ്ലിമിൽ വന്ന ഹദീസാണ്. കിതാബുൽ ജന്നത്തി ബാബ് അവ്വലു സുംറത്തിൻ തദ്ഖുലുൽ ജന്നത അലാ സൂറത്തിൽ ഖമരി ലൈലത്തുൽ ബദ്രി വസിഫാത്തുഹും വഅസ്വാജുഹും. അപ്പോൾ സ്വർഗത്തിൽ ഒരു പുരുഷന് 2 സ്ത്രീകൾ ഉണ്ടാവും ഭാര്യമാരായിട്ട്. അപ്പോൾ സ്ത്രീകളാണ് കൂടുതൽ. ബാറക്കല്ലാഹു ഫീക്കും. അൽ ഖാദി ഇയാദിന്റെ പ്രസ്താവന ഉദ്ധരിച്ച് ഇമാം അൻ നവവി റഹിമഹുല്ലാ ഈ ഹദീസിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ ഷർഹിൽ പറയുന്നു. ഈ ഹദീസിന്റെ വ്യക്തമായ സൂചന സ്വർഗത്തിലെ ജനസംഖ്യയുടെ ഭൂരിഭാഗവും സ്ത്രീകളാണെന്നാണ്. മറ്റേ ഹദീസ് സൂചിപ്പിക്കുന്നത് സ്ത്രീകളാണ് നരകത്തിൽ കൂടുതൽ. ആദമിന്റെ സന്തതികളിൽ ഭൂരിഭാഗവും എന്നതുകൊണ്ട് 2 ഹദീസുകളിൽ നിന്നും അനുമാനിക്കപ്പെടുന്നു. കാരണം ഇത് മനുഷ്യ സ്ത്രീകൾക്ക് മാത്രമേ ബാധകമാകൂ. കാരണം സ്വർഗത്തിലെ ഓരോ പുരുഷനും ധാരാളം കൂറികൾ നൽകപ്പെടും. ഇബ്നു ഹജർ അൽ അസ്കലാനി റഹിമഹുല്ലാ പറഞ്ഞു, നരകവാസികളിൽ ഭൂരിഭാഗവും സ്ത്രീകളായിരിക്കുമെന്നത് അവർ സ്വർഗത്തിൽ ന്യൂനപക്ഷമായിരിക്കണമെന്നില്ല. എന്നിരുന്നാലും മറ്റൊരു ഹദീസിൽ ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി അതിലേറ്റവും കുറവ് സ്ത്രീകൾ താമസിക്കുന്നത് ഞാൻ കണ്ടു എന്ന അദ്ദേഹത്തിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കുകൾ ഇതിനെ ബാധിക്കുന്നു. ആഖ്യാതാവ് അത് വിവരിച്ചത് തനിക്ക് മനസ്സിലാവുന്ന അർത്ഥത്തിലായിരിക്കാം. അതായത് അവർ നരകത്തിലേറ്റവും കൂടുതലായിരുന്നതിനാൽ അവർ സ്വർഗത്തിലേറ്റവും കുറഞ്ഞവരായിരിക്കും. ഞാൻ അവതരിപ്പിച്ചതിന് അത് ആവശ്യമില്ല. അനുസരണമില്ലാത്തവൾ ഷഫാഅത്തിലൂടെ നരകത്തിൽ നിന്ന് പുറത്തു വരും മുമ്പേ ഇത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ലാഹു അഅലം. ഇത് ഫത്തുൽ ബാരിയിൽ 6-ാം വോളിയം 325-ാം പേജിലുള്ളതാണ്. അപ്പം അത് ഷഫാഅത്തിന് മുമ്പ് നരകത്തിൽ സ്ത്രീകൾ കൂടുതലായിരിക്കും. ഷഫാഅത്തിന് ശേഷം ആ സ്ത്രീകളെ സ്വർഗത്തിലാക്കുന്നതോടെ സ്വർഗത്തിൽ സ്ത്രീകൾ കൂടുതലാകും. ബാറക്കല്ലാഹു ഫീക്കും. സഹീഹ് ബുഖാരിയിലെ ഹദീസിൽ വന്നിട്ടുണ്ട്, ലാ തബാഗുദ ബൈനഹും വലാ തഹാസുദ. അവർക്ക് പരസ്പരം ശത്രുതയും അസൂയയും ഉണ്ടാകില്ല സ്വർഗത്തിൽ. അതുകൊണ്ട് സ്വർഗത്തിൽ പുരുഷന്മാർക്ക് കൂടുതൽ ഭാര്യമാർ ഉണ്ടാകുന്നത് സ്ത്രീകൾക്ക് ശത്രുതയും അസൂയയും ഉണ്ടാക്കില്ല. ശത്രുതയും അസൂയയും അത് ദുനിയാവിലെ സ്വഭാവമാണ്. സ്വർഗത്തിൽ അത് ഉണ്ടാകില്ല. അവിടെ അങ്ങനത്തെ ഒരു മാനസികാവസ്ഥ ഉണ്ടാവില്ല. അവിടെ സന്തോഷമാണ്, അവിടെ സമാധാനമാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഇനി സ്ത്രീകൾ സ്വർഗത്തിൽ പ്രവേശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിൽ വന്നത് നരകത്തിൽ പോകാതിരിക്കാൻ, നരകത്തിൽ നിന്ന് തടയാൻ, സ്വർഗത്തിൽ പ്രവേശിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അൻ അബീ ഹുറൈറത ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നും അല്ലാഹുവിന്റെ ദൂതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ സല്ലത്തൽ മർഅതു ഖുമുസഹാ വസാമത് ഷഹറഹാ വഹസ്സനത് ഫർജഹാ വഅതാഅത് ബഅലഹാ ദഖലത് മിൻ അയ്യി അബ്വാബിൽ ജന്നതി ഷാഅത്. ഒരു സ്ത്രീ 5 നേരം നിസ്കാരം നിർവഹിക്കുകയും റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും ചാരിത്രം കാത്തു സൂക്ഷിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്താൽ അവൾ ഉദ്ദേശിക്കുന്ന ഏത് കവാടത്തിലൂടെയും അവൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ഇത് സഹീഹ് ഇബ്നു ഹിബ്ബാന്റെ 4163. حدثنا أبو بكر بن أبي شيبة حدثنا محمد بن فضيل عن أبي نصر عبد الله بن عبد الرحمن عن مساور الحميري عن أمه قالت سمعت أم سلمة تقول سمعت رسول الله صلى الله عليه وسلم يقول. മുസാവിർ ഹിമ്യാരിയിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മാതാവിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നത് അവർ കേട്ടു. അള്ളാഹുവിൻ്റെ ദൂതൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഞാൻ കേട്ടു. അയ്യുമാ ഇംറാത്തിൻ മാതത് വസൗജുഹാ
അൻഹാ റാദിൻ ദഖലത്തിൽ ജന്ന. ഭർത്താവ് തന്നിൽ സംതൃപ്തനായിരിക്കുമ്പോൾ മരിക്കുന്ന ഏതൊരു സ്ത്രീയും സ്വർഗത്തിൽ പ്രവേശിക്കും. ബാറക്കല്ലാഹു ഫീക്കും. ഇത് സുനൻ ഇബ്നു മാജയിലെ 1854. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ ഭർത്താവ് അവളോട് കൽപ്പിക്കുന്നില്ലെങ്കിൽ അവൾ എല്ലാ കാര്യങ്ങളിലും ഭർത്താവിനെ അനുസരിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ ഭർത്താവ് അവളോട് കൽപ്പിച്ചാൽ ഭർത്താവിനെ അനുസരിക്കേണ്ടതില്ല. അന്നവാസ് ഇബ്നു സിംആന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്നവാസ് ഇബ്നു സിംആൻ ദൈവദൂതൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്തു, ലാ തഅത ലി മഖ്ലൂഖിൻ ഫീ മഅസിയത്തിൽ ഖാലിഖ്. സ്രഷ്ടാവിനോടുള്ള അനുസരണക്കേട് ഉൾപ്പെടുമ്പോൾ സൃഷ്ടിയെ അനുസരിക്കരുത്. ഇത് മിഷ്കാത്തുൽ മസാബിഹിൽ 3696. And Ali radiyallahu anhu and Nabi sallallahu alayhi wasallam kala. Ali radiyallahu anhu നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅത ഫീ മഅസിയത്തിൻ ഇന്നമാ തഅതു ഫിൽ മഅറൂഫ്. പാപത്തിൽ അനുസരണമില്ല, നന്മയിൽ മാത്രമേ അനുസരണമുള്ളൂ. ഇത് സഹീഹ് ബുഖാരിയിലെ 7257, സഹീഹ് മുസ്ലിമിലെ 1840. അപ്പോൾ ഒരു സ്ത്രീ 5 നേരം നിസ്കാരം നിർവഹിക്കുകയും റമദാൻ മാസത്തിൽ നോമ്പനുഷ്ഠിക്കുകയും ചാരിത്രം കാത്തു സൂക്ഷിക്കുകയും ഭർത്താവിനെ അനുസരിക്കുകയും മരിക്കുമ്പോൾ ഭർത്താവ് സംതൃപ്തനാണെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഏത് കവാടത്തിലൂടെ അവൾ സ്വർഗത്തിൽ പ്രവേശിക്കും. എന്നാൽ അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കാൻ ഭർത്താവ് അവളോട് കൽപ്പിച്ചാൽ ഭർത്താവിനെ അനുസരിക്കേണ്ടതില്ല. ബാറക്കല്ലാഹു ഫീക്കും. സുബ്ഹാനക്കല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.